സോ ഫൈനലി നമ്മളെ ലാസ്റ്റ് ഡേ മുംബൈ ആണ്. നമ്മൾ പോകാൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ. ബൈ ബൈ ഫോർ സം ടൈം അല്ലേ? അതെ ഫൈനലി നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിതാ മുംബൈ വിടുകയാണ് ഗൈസ്. സങ്കടമുണ്ടോ? ഇവര് നമ്മളെ കൂടെ നാട്ടിലേക്ക് പോവാ അല്ലേ? നമ്മളെ കൂടെ വന്ന് നമ്മളെ കൂടെ തന്നെ പോവാ. അയ്യോ ഓക്കെ. അപ്പോ എന്താ പറയാനുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? Going to experience scaring. Okay. Not scaring. Fun. It's fun അല്ലേ? അതെ. With വൈദേഹി ചേച്ചി ഫസ്റ്റ് ഫ്ലൈറ്റ്. ഉള്ളത്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. യാപ്പുന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. യെസ് യാപ്പു, ഹൗ ഡു യു ഫീൽ? Excited? Scared? Nervous? Yes? Oh, window seat. Yappu, all set to go? Yes? No? All set to fly പറയ്. Yeah. പറ. ട്രെയിനിൽ പോയാൽ മതി. അതെ, വൈദേഹി ചേച്ചി ഇല്ലേ ട്വിന്നിങ്. യാപ്പുന്റെ ഫസ്റ്റ് ഫ്ലൈയിങ്. വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. വെള്ളം, വിശപ്പ്, ചായ, പച്ചവെള്ളം, ജ്യൂസ്. വെള്ളം തന്നില്ലേ ഇപ്പോ? വിശപ്പാണ്. രാവിലെ നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? എന്റെ പാസ്പോർട്ട്, എന്റെ ID മാത്രം ആധാർ കാർഡാണ് കൊടുക്കുന്നത്. എന്റെ ഒരു ID എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് തന്നൊരു പണിയാണ്. പഴയ പാസ്പോർട്ട് എടുത്തിട്ട് വന്നു. ഇതാണില്ലേ ഓട്ടം. ഇതെന്താ ഇപ്പൊ ഒരു സംശയം? ഓടിക്കോ റൺ. വേറെ പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഫ്ലൈറ്റ് 1 hour ഡിലേ ആയി. 1 മണിക്കൂർ. Good. Bye. അല്ല 8,000 ഉണ്ട്. ഡോണ്ട് ടച്ച് എഴുതിയിട്ടുണ്ട്. ഇത് അവിടെ നോക്ക്, ഡോണ്ട് ടച്ച് എഴുതിയ. ഗൈസ്, നമുക്ക് പണി കിട്ടിയെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് എന്തോ ചെയ്യണ്ട. നമ്മളിപ്പോൾ ഇവിടെ സ്ഥലം എനിക്കറിയില്ല. യാപ്പോ അപ്പത്തേക്ക് വിശക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് യാപ്പിന് കാണിച്ചു കൊടുക്കാം. യാപ്പു ഹായായിട്ട് നോ മൈൻഡ് ആസ് വെൽ. ഓൾവേസ് നോ മൈൻഡ്. നമ്മളിവിടെ നിൽക്കുക. അടുത്ത നമ്മൾ എയർപോർട്ടിലായി. യാപ്പിന് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ 10th ടൈമാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അയ്യോ, ഹലോ ദിൽനാൻഡി ഹായ് പറ. ഹായ് പറ. ഓക്കെ ഹായ്. ഓക്കെ ദിൽനാൻഡി ഹായ് പറ. കിട്ടിയില്ല. ഓക്കെ, കാർഡ് കൊടുത്തവര്.
അതാണ് ഈ ലോഞ്ച് ആക്സസ് ഉള്ളവർക്ക് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ 2 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 hours വരെ സ്പെൻഡ് ചെയ്യാം ഫ്ലൈറ്റിൻ്റെ മുന്നേ. നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ചെയ്യാം. സോ ലോഞ്ചിലേക്ക് പോകാൻ ഇതില്ല. ഒരു കാർഡും എൻ്റെത് എടുത്തില്ല. അതുകൊണ്ട് ശ്രീശാന്തും യാപ്പും ലോഞ്ചിലേക്ക് പോയി. നമ്മളിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇവരുടെ കാർഡും ആക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ ശശിയായി അല്ലേ? സാരില്ല, നമുക്കിങ്ങനെ കറങ്ങി അടിക്കാം. നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം. ഒരു നെയിൽ ആർട്ടിൻ്റെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. സ്റ്റൈൽ സലൂൺ. സോ മെനി ഡിഫറെൻറ്റ്. 800 plus. And what about The French acrylic extension. 2500. extension ആണോ ചെയ്യണ്ടേ? എക്സ്റ്റൻഷൻ അല്ല, ഫ്രഞ്ച് മാനിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ. ഫ്രഞ്ച് മാനിക്യൂർ. നെക്സ്റ്റ് പേജ് മാനിക്യൂർ ഇല്ല. ഫ്രഞ്ച് പോളിഷ് ആണോ? മെക്കഫേയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഓർഡർ ഇറ്റ് ഹിയർ. ഈറ്റ് ഇൻ. വിശപ്പ് മാറാനുള്ള സാധനം പിന്നെ വിശക്കുണ്ട് പറഞ്ഞൊന്നും നടക്കില്ല. ഐറ്റംസ് ഉള്ളി മീലല്ല. അടുത്ത ഓർഡർ. എന്റെ മോളെ ഇവിടെ തിന്നില്ല. 20 പൈസ. ഒരു മിനിറ്റടാ, കാണട്ടെ. ഞങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ബർഗർ വേണോ? ചിക്കൻ നോക്ക്. ഫ്രൈസ് സൈഡ്സ് നഗറ്റ്സ് എന്തെങ്കിലും വാങ്ങിയാലോ? 9 piece നഗറ്റ്സ് വാങ്ങിയാലോ? മതില്ലേ? ആ, ലാർജ് മീലാണെങ്കിൽ ഇങ്ങനെ കിട്ടും. മതിയോ? ആ, മീൽ എടുത്തോന്നാല്. എന്നാ മറ്റേ ഫ്രൈസ് ക്യാൻസൽ ചെയ്യാലോ? ഒരു ഡ്രിങ്ക് കൂടെ വേണ്ടി വരും. എടോ കോക്ക് പറഞ്ഞാൽ മതി. ചെറിയ കോക്ക് കുഞ്ഞി ഞാൻ മീഡിയം ഫ്രൈസ്. പിന്നെ എന്തിനാ അത് ക്യാൻസൽ ചെയ്യും? റിമൂവ്. അതിൽ ഓൾറെഡി ഫ്രൈസ് ഒക്കെ ഉണ്ട്. ഫാൻ്റെ ഉണ്ട്. അയ്യോ, ഇവിടെ കോൾഡ് കോഫിയുടെ അതെ. റെഗുലർ എടുത്തോ. ആഡ് ടു ഓർഡർ. ഓക്കെ അല്ലേ? നമ്മൾ മാത്രം പോസ്റ്റ് ചെയ്യല്ലേ? യാപ്പും പപ്പയും പോയി. അടിച്ചു പൊളിക്കുന്നു. 2 rupees മാത്രമേ ഉള്ളൂ എല്ലാ സാധനത്തിനും. എനിക്ക് ആരെയും കയറ്റിയില്ല. ഇവളുടെ പോലും കയറ്റിയില്ല അല്ലേ? 2 rupees കൊടുക്കുക, 25 rupees കൊടുക്കാന്ന് പറഞ്ഞിട്ട് വരെ കയറ്റിയില്ല അല്ലേ? വെരി സാഡ്. അതാണ് നമ്മൾ മെക്ഡോണൽസിൽ കയറി. മൈ ഫേവറേറ്റ് സ്പോട്ട്. വന്നാച്ച് 2 ഫാൻഡിയാ? ഇത് 2 ഫാൻഡാ? ഒരു മീലിന്റെ കൂടെ കോക്ക്. ആ, ഇന്നൊരു ഫാൻ്റെ ആ 3 ഡ്രിങ്കിൻ്റെ അകത്ത് അവർ മേടിച്ചിട്ടുണ്ടാകും കോൾഡ് കോഫി. അത് 2 ഫാൻ്റെ. അത് ഇനിയിപ്പോൾ നമ്മളോട് അടിച്ചു പോയിട്ടുണ്ടോ? ഓക്കെ, ഒരു ഫാൻ്റെ എക്സ്ട്രാ വന്നു. വാ, ദിസ് കോൾഡ് കോഫി ലുക്സ് സോ യം. ആണോ? So good. ബാർബിക്യൂ സോസിൽ ഇങ്ങനെ മുക്കി അടിക്കണം. സൂപ്പറാ. ഇതിലേക്ക് നമുക്ക് കോയിൻസ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വെൻഡി മാൻ
വെൻഡിങ് മെഷീനാണ്. നമുക്ക് എന്ത് സാധനം വേണേലും കയ്യിൽ നിന്ന് കിട്ടും. ഐസ്ക്രീംസാണ് കൂടുതൽ ഇതിൽ. ഇവിടെ ചിപ്സൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ് അല്ലേ? ഒന്നും മടിയില്ല. അങ്ങനെ വീണ്ടും സയാമിസ് ഇരട്ടകൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടു. ഞാൻ പിന്നെ നോക്കുമ്പോണ്ട് അടിപൊളി. ഞാൻ കണ്ടില്ല, ഞാൻ അകത്തിരിക്കായിരുന്നു. എന്താ ബഫറ്റ് എന്താ പറ, എന്താ കഴിച്ചെന്ന് പറ. പാവ്ഭാജി ഒക്കെ ഉണ്ടോ? സീ ഫുഡ് സാലഡോ? സീ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രൈസ് ഉണ്ടോ? ഫ്രൈസ് ഉണ്ടോ? അങ്ങനെയല്ല, ഒരു തന്തൂരി പോലത്തെ ഒക്കെ കറി അല്ലാണ്ട്. ഓക്കെ, സാരല്ല. എവറി ഡോഗ് ഹാസ് എ ഡേ. ഇന്നും നിന്റെ ദിവസമാണ്. എന്റെ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്തില്ല ആണോ? ഗുഡ്. ഇത് രണ്ടും എന്തായി കളിക്കുന്നത്? എന്തായി കളിക്കുന്നേ? ഇതാ നമ്മൾ ബോഡി ഷോപ്പിൽ എത്തിയിട്ടുള്ള. ഇവിടെ 50% ഓഫ് ഉണ്ട്. പിന്നെ ബൈ 1 get 1 ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാലോ. രണ്ടാളും അവിടെ നിന്ന് പുറകെ ഇവിടെ ഇല്ലാത്ത സ്റ്റോറുകൾ ഉണ്ടാവില്ല. മോളിൽ പോകുന്ന പോലെ തന്നെയാണ് എയർപോർട്ടിൽ പോകുന്നത്. ഇവര് രണ്ടുപേര് വീട് ബോർഡിങ് തുടങ്ങിയോ? അതൊന്നും നോക്കാൻ പോലെ പറ്റില്ല. എന്താണ് അവിടെ ഒരാൾ വന്ന് ഹാക്ക് ചെയ്യുന്ന തുടങ്ങി. കുറെ ഷോപ്സ് നമുക്ക് ബോർഡിങ് തുടങ്ങിയാൽ നോക്കണം. ഇവിടെ ഇതാ നോക്കണം. ഇവരെന്താ ചെയ്യണെന്ന് പോലെ ആർക്കും അറിയാം. യാപ്പു കളിക്കൊരു ഡാൻസ് കളിക്ക്. യാപ്പു ഹായ് ആട്ട് ക്യാമറയില് ഹായ് ആട്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ തിരുനാണ്ടിക്ക് ഞാൻ കൊടുക്കാം. ബൈ ബൈ. അടുത്തേക്ക് വരത്തിനിടാ. എല്ലാരും ഇവിടെ സംസാരിക്കുക. ബോർഡിങ് ടൈം നോക്കണ്ടേ? ക്യാമറ കയ്യിൽ വെച്ച് പോയി. യാപ്പുതാണ് നടന്ന് കളിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ! എന്തൊക്കെ ആർക്കിടെക്ചറൽ സംഭവങ്ങളാണ് ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചില എയർപോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ലതല്ലെങ്കിൽ കൂടി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമുണ്ട്. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. യാപ്പു ഫുൾ എക്സൈറ്റഡ് ആണ്. ഫുള്ള് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ. യാപ്പു കണ്ടോ? ഫ്ലൈറ്റ് കണ്ടോ? കണ്ടോ? നമ്മളെ ഫ്ലൈറ്റാന്ന് തോന്നുന്നു വന്ന് കിടക്കുന്നത്. നമ്മളെ ഫ്ലൈറ്റ് ആയിരിക്കും അത്. എങ്ങനെയുണ്ട്? പേടിക്കുന്ന എന്തിനാ നീ? എങ്ങനെയുണ്ട്? ഒറ്റ ഒന്നില്ല, ഒറ്റ പറക്കല്. ഓ മൈ ഗോഡ്, ഇത് നമ്മളെ ഫ്ലൈറ്റ് ആണോ അത്? ആ ഓക്കെ ഓക്കെ. അത് എയർ ഇന്ത്യയാണോ? അവിടെ കാണുന്നത് ലോകോല്ല വ്യത്യാസം പോലെ ബാക്കിലത്തെ. ആ, നീ ഇത് പോയിട്ട് വേണമായിരിക്കും വരാൻ. എന്തായിരിക്കും ചിലപ്പോൾ. അവിടെ ഒരു വിസ്താരൻ്റെ ഒരു ഫ്ലൈറ്റ്, ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വളച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കില്ല ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇതുണ്ടോ നമ്മൾ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് തട്ടട്ടെ.
പോട്ടോ ഒന്ന് ഇറങ്ങിയട്ടെ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കേ എന്തിന്? ഇങ്ങോട്ട് വാ. നിക്കതിനെ പേടി ഒറ്റ ഡം കുത്തിയാൽ പേടിയാ പോവാ. മൂവി ഇങ്ങനെ പൊന്തു അപ്പു ആ പല്ല് നോക്കട്ടെ. കറക്റ്റായിട്ട് ബോർഡ് ചെയ്യേണ്ട ടൈം ആയപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മൈക്കിലെ ചാർജ് അങ്ങോട്ട് തീർന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. വീഡിയോസൊക്കെ ഇങ്ങനെ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു കാര്യം നടക്കുമ്പോൾ ഒരു സംഭവമെങ്കിലും നെഗറ്റീവ് വരുമല്ലോ. അങ്ങനെയായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഒരാളിവിടെ പൈലറ്റും കോ പൈലറ്റും ഒക്കെ വിമൻ ആയതിൻ്റെ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. എല്ലാ ട്രോളുകളും വിമൻ എന്ന് പറയുമ്പം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കറക്റ്റായിട്ട് ഫ്ലൈ ചെയ്യാൻ പൊന്തും ഒരു വിമൻ പൈലറ്റിൻ്റെ കൂടെ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാവരും കൂടി ഇട്ടങ്ങ് വാരുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ ബോർഡ് ചെയ്യാൻ പോവാം. യാപ്പുൻ്റെ എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷം ആ മുഖത്ത് എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് റിയലൈസ് ചെയ്യുന്നത് തന്നെ അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. അവൾ ജനിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ദുബായിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ള ഫീല് വന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡിന് റോഡ് ട്രിപ്പിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും 1-2 റോഡ് ട്രിപ്പുകൾ പോകാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആലോചിച്ചില്ല ഈ ഫ്ലൈറ്റിൽ പോകാത്തതിനെ കുറിച്ചിട്ടൊരു മിസ്സിങ് ഇത്രയും വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേയ്സ് അവൾ ബോർഡിങ് ടൈം ആയിട്ടുണ്ട്. അവളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പേടിയാണോ ടെൻഷനാണോ സന്തോഷമാണോ ഒന്നും അവൾക്ക് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും അവളുടെ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ലായിരുന്നു. എനിവേയ്സ് അവളുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. എൻജിൻ സൗണ്ടും AC-യുടെ സൗണ്ടും ഒക്കെ കൂടെ ഓവറായിട്ടുള്ളൊരു സൗണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഓഫായ കാര്യം ഞാൻ അങ്ങ് ശ്രദ്ധിച്ചുമില്ല. എന്തായാലും ആ ഒരു സൗണ്ടും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവളുടെ കറക്റ്റ് എക്സ്പ്രഷൻ മനസ്സിലാവുമായിരുന്നു. മുംബൈ ടു കേരള ഫ്ലൈയിങ് ഹാസ് 1.5 മണിക്കൂറേ ശരിക്കുള്ളൂ. പക്ഷേ 4 മണിയുടെ ഫ്ലൈറ്റ് 5:30 ആയപ്പോഴാണ് നമുക്ക് ബോർഡ് ചെയ്യാൻ പറ്റിയത്. 5:30 ആയിട്ടും അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം കാരണം ഒരു 6:30-7 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. 7 മണി കഴിഞ്ഞ് നമ്മൾ 8:15 ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ 8-8:30 ആയപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര തവണ ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ ഫ്ലൈയിങ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. എപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും. എൻ്റെ മാത്രം കാര്യമാണോ എന്നറിയില്ല കേട്ടോ. ഞാൻ എല്ലാ ഫ്ലൈയിങ്ങിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ഫ്ലൈ ചെയ്യുമ്പോൾ മാത്രം. പിന്നെ കാറിൽ പോകുമ്പോൾ എനിക്ക് ട്രെയിൻ അത്ര അങ്ങോട്ട് എക്സൈറ്റഡ് ആയിട്ട് തോന്നാറില്ല. റോഡ് ട്രിപ്പും ഫ്ലൈയിങ്ങും ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ട്രാൻസ്പോർട്ട് മോഡ്. അങ്ങനെ ഫൈനലി ഞാൻ വീഡിയോയിൽ വോയിസ് ഇല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് റിമൂവ് ചെയ്തിട്ടാണ് ഇനിയുള്ള ഷോട്ടുകളൊക്കെ വരുന്നത്. എന്തിനാ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പേടിച്ചിരുന്നിട്ട് എന്താ? പുറത്തേക്ക് നോക്ക്, അതൊക്കെ പോന്ന് നോക്കോ. എന്താ നിങ്ങള് പേപ്പറിനെ കൊണ്ട് അത് നോക്കുന്നേ. ഇപ്പൊ പൊന്തുവേ, ഇപ്പൊ പൊന്തും. ഇപ്പൊ സ്പീഡ് പോകുന്നുണ്ട്. നോക്ക് 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 നോക്ക്. അങ്ങോട്ട് നോക്ക്, പുറത്തോട്ട് നോക്ക്. കമാണിയപ്പോ ഇപ്പൊ പൊന്നു.
അങ്ങോട്ട് നോക്കുക പൊന്തി പൊന്ത് പൊന്ത് പൊന്തി 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 പൊന്തി. നോക്ക് താഴോട്ട് നോക്ക് താഴോട്ട് നോക്ക്. Oh my God. പുറത്തേക്ക് നോക്ക്. അപ്പൊ ഒന്ന് പുറത്തേക്ക് നോക്ക്. പുറത്തേക്ക് നോക്ക്. അപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. ഇയാള് പേടിച്ച് കരയാൻ തുടങ്ങി ഗൈസ്. എന്തിനാ പേടിക്കുന്നത്? അത് സ്കൈ ആണ്. സ്കൈ ക്ലൗഡ് 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 നോക്ക്. പക്ഷെ ഈ സൈഡിൽ ഇങ്ങനെയാണോ? ഒന്നൊരാളെ കണ്ടോ? ഇത്രയും നേരം കരഞ്ഞോണ്ടിരിക്കായിരുന്നു ഇവിടെ. യാപ്പു യാപ്പു വൈ ഡിഡ് യു ക്രൈ? എന്തിനാ കരഞ്ഞേ? യാപ്പു യാപ്പു. ഇപ്പൊ പേടിയില്ല, പേടി മാറി. ഇതെന്തോ വെജ് സംഭവം. ചിക്കൻ കാട്ടി റോൾ ആൻഡ് ഷോലെ കുൽച്ച. ഇതൊരു എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ബ്രൗണിയും. ഇതെന്താ സാധനമോ? ഇത് വേറെ എന്തൊരു സാധനം കൂടി ഉണ്ട്. ഷോലെ കുൽച്ച ഒരു സംഭവം, ഒരു ബന്ന പോലത്തെ സംഭവം. പിന്നെ ഒരു ബ്രൗണിയും. ഇതെന്താ സാധനം? അത് ഇത് നിന്ന് ഒരു പൊട്ടറ്റോ സംഭവം. അതെടുക്കുന്നത് അങ്ങനെ തുറക്കില്ലേ? മീല് പറയൂ അങ്ങനെ തുറക്കരുത്. നിനക്ക് എന്തിനാ അത് വേണോ? ഇത് കഴിക്കാൻ മതിയോ? അത് കഴിച്ചു നോക്കും. അങ്ങനെയുണ്ട് യമ്മി. ഞാൻ വിചാരിച്ചത് കൊണ്ടുവരെങ്ങനെ നോക്കാം. ഇതെങ്ങനെയാണ് നോക്കട്ടെ. നീ എന്നാടോ കാണിക്കുന്നത്? ഒരു കുബൂസ് പോലത്തെ ഒരു സാധനം. കൊള്ളാം. മോശമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നൊരു പൊട്ടറ്റോ സംഭവമുണ്ട്. അത് ലാസ്റ്റ് കഴിക്കാം ബ്രൗണി. ഇത് കാട്ടി റോൾ ഇങ്ങനെ എടുത്ത് കഴിക്കും. എല്ലാം എൻ്റെയിലേക്ക് തട്ടല്ലേ. ഓ മൈ ഗോഡ്. ഞാൻ എടുത്തു തരാം. എന്താ ഇവിടെ പിടിക്ക്. മെല്ലനെ കടിക്കട്ടോ, ഡ്രസ്സിലാക്കല്ലേ. എങ്ങനെയുണ്ട്? യമ്മി സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് അടിച്ചു മാറ്റി നോക്കാം. ചിക്കൻ കാട്ടി റോൾ എന്നാ പറഞ്ഞു. കൊള്ളാം. Brownie, let me see. Oh my God, chocolate. ഫസ്റ്റ് ടൈം ആണ്. എടുക്ക് മെല്ലൻ. സ്പൂണും കൂടി സപ്പോർട്ട് ചെയ്യും. കയ്യിലാക്കണ്ട, ഡ്രസ്സിലാക്കല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. നല്ലോണം ഇഷ്ടമായിട്ടുണ്ടോന്നല്ലോ.
ഇഷ്ടമായി. ബാക്കിയൊന്നും കഴിച്ചില്ല. അതാ കാട്ടി റോളൊക്കെ അവിടെ കിടക്കും. എല്ലാം പകുതി പകുതി. ഇപ്പം എല്ലാം ഞാൻ കഴിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് ഇത്ര സാധനമായി. അതേതൊരു മുന്നിൽ നിന്നൊരു കൈ വരുന്നു. അപ്പോൾ നല്ല ഡെസേർട്ടാണ്. ചായ കാപ്പി വന്നു. ഇനി അത് ഇടും. ഇനി എൻ്റെ ഉച്ചയ്ക്കല്ല. ആ പിന്നെ സ്വന്തമായി കോഫിയാ പറഞ്ഞത്. കോഫി സ്വന്തമായിട്ട് ഉണ്ടായിക്കോന്ന് പറഞ്ഞിട്ട് ഈ സംഭവം എന്താണ് ഷുഗറും അമൂൽ ഗോൾഡിന്റെ ക്രീമറും തന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ചായ. കൈമാറ്റ് നോക്കട്ടെ. കൈമാറ്റ്. ചായ റെഡി. ഇങ്ങനെ എങ്ങനെയുണ്ട്? യാപ്പുൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.